നീതിയും ന്യായവും ധർമ്മവും വിട്ട് നമ്മൾ ഏത് കർമ്മം ചെയ്താലും അതിൻ്റെ എല്ലാം ഫലം പലിശ സഹിതം നമ്മുടെ കയ്യിൽ തന്നെ വന്നു ചേരും. ഈ തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം, ഏത് കാര്യം ചെയ്യുന്നതിന് മുൻപും. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. കുറച്ച് അധികാരമുള്ളൊരു ജോലിയാണ്. അവിടെ ഒരു വേക്കൻസി വന്നു. പലരും ഉദ്യോഗാർത്ഥികളായിട്ട് അപേക്ഷിക്കുന്നുണ്ട്. പരിചയസമ്പന്നരും യോഗ്യതയുള്ളവരും, അങ്ങനെ പല പല ഉദ്യോഗാർത്ഥികൾ. കൂട്ടത്തിൽ നമ്മുടെ ഒരു ബന്ധുവിൻ്റെയോ മിത്രത്തിൻ്റെയോ മകനോ മകളോ ഉണ്ടെന്നിരിക്കട്ടെ. നമ്മൾ അവിടെ കുറച്ച് ഫേവറിസം കാണിച്ച് ബന്ധു നിയമനം നടത്തുകയാണെങ്കിൽ അതിൻ്റെ കർമ്മക്കണക്കുകൾ ഏതെല്ലാം രീതിയിൽ തീർക്കേണ്ടി വരുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നാമത്തെ കർമ്മക്കണക്ക്, യഥാർത്ഥത്തിൽ യോഗ്യതയുള്ള ആളെ നമ്മൾ നിരസിച്ചതിന് അയാളുടെ മനസ്സിൽ തോന്നിയ നിരാശയും വേദനയും അതൊരു കണക്കായിട്ട് വന്ന് ഭവിക്കും. രണ്ടാമത്തെ ചതി, നമുക്ക് അന്നം തരുന്ന നമ്മുടെ സ്ഥാപനത്തിനോട് തന്നെയാണ്. നല്ല യോഗ്യതയുള്ള ഒരാൾ വരുമ്പോൾ നമ്മുടെ സ്ഥാപനം ഒരു പടി ഉയരുന്നതിന് പകരം അത്രയും യോഗ്യതയില്ലാത്ത ഒരാളെ നിയമിക്കുന്നത് വഴി സ്ഥാപനത്തിന്റെ വളർച്ച 2 പടി താഴേക്കാണെങ്കിലോ? സ്ഥാപനത്തിൽ നമ്മൾ ചതി ചെയ്യുമ്പോൾ അതിൻ്റെ കർമ്മക്കണക്ക് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എല്ലാവരിലും അത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഏതൊക്കെ ദിക്കിൽ നിന്നാണ് നമ്മൾക്ക് കർമ്മക്കണക്ക് അനുഭവിക്കേണ്ടി വരുന്നത്? ഈ ഒരു ജ്ഞാനമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ധർമ്മത്തിൽ അധിഷ്ഠിതമായി നീതിക്കും ന്യായത്തിനും വേണ്ടിയുള്ള കർമ്മങ്ങളെ ചെയ്യുകയുള്ളൂ.